വർഷങ്ങളായി കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കോവളം. കേരളത്തിലെ ബീച്ചുകളുടെ കാര്യമെടുത്താൽ കോവളം ബീച്ച് ദൃശ്യഭംഗി കൊണ്ടും വിനോദസഞ്ചാരികളുടെ തിരക്ക് കൊണ്ടും മുൻനിരയിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോവളത്തെത്താം. നമ്മൾ കോവളം ബീച്ചിലെത്തിയിരിക്കുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിനടുത്ത് അണ്ണാനുകൾ നിരവധിയുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങാം. കോവളത്തെ ഇൻ്റർനാഷണൽ ബീച്ച്. വിനോദസഞ്ചാരികൾക്കായുള്ള നിരവധി നിർദ്ദേശങ്ങൾ കാണാം. പ്രധാനമായും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് കടലിൽ കുളിക്കാനായി അനുവദിച്ചിട്ടുള്ള സമയം. രാത്രി 11 മണി വരെ ബീച്ചും ബീച്ചിലെ കടകളും പ്രവർത്തിക്കുകയുള്ളൂ. ടൂറിസ്റ്റ് ഗൈഡുകളായി ആരെയും നിയമിച്ചിട്ടില്ല. അത്തരക്കാർ ആരെങ്കിലും സമീപിച്ചാൽ ഒഴിവാക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പോലീസും ലൈഫ് ഗാർഡ്സും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അനുസരിക്കുക. ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. കടൽക്ഷോഭമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മൊത്തം കയറ് കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തിരയുടെ അടുത്തേക്ക് പോകാനും സാധിക്കില്ല. നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ മഴക്കാലമല്ലാത്തപ്പോഴാണ് കോവളം ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ശുദ്ധജലം, വെറൈറ്റി ഫുഡ്സിൻ്റെ അവൈലബിലിറ്റി, ബീച്ചിൻ്റെ പ്രവർത്തന രീതികൾ ഇതൊക്കെ കാരണം കോവളം ബീച്ച് നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു. തീരത്ത് നല്ല കറുത്ത മണലാണ് ഇപ്പോൾ കാണുന്നത്. സൺബാത്തിങ്, നീന്തൽ, ബോഡി മസാജുകൾ, വാട്ടർ സ്പോർട്സ് എന്നിവയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ വിവിധങ്ങളായ കടകൾ, പൂളുകൾ, യോഗ സെൻറ്ററുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയ്ക്കൊപ്പം കേരളത്തിലെ ടോപ്പ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. ഈവനിംഗ് ടൈമിൽ ഒരു റിലാക്സ് വാക്കിന് പറ്റിയ സ്ഥലമാണ്. വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളുമുണ്ട്. ദൂരെ കാണുന്നതാണ് വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. നമുക്ക് അതിൻ്റെ മുകളിൽ വരെയും കയറാൻ സാധിക്കും. ലൈറ്റ് ഹൗസിന് 35 മീറ്ററോളം ഉയരമുണ്ട്. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള ബീച്ച് വ്യൂ കാണേണ്ടത് തന്നെയാണ്. ശീതകാലമാണ് ബീച്ചിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. വേനൽക്കാലത്ത് അതിമനോഹരമായ സണ്ണി ബീച്ചായി കാണപ്പെടുന്നു. ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തതിനാൽ തിരക്കും കുറവാണ്. ലൈഫ് ഗാർഡ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ സമയത്ത് നമ്മൾ അനുസരിക്കേണ്ടതുമുണ്ട്. പറഞ്ഞു വന്നത്, ഇപ്പോൾ കോവളം ബീച്ചിൽ വന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ സീസൺ ടൈമിൽ ഒന്നുകൂടി വരാം.